12ാമത്തെ വയസ്സായപ്പോൾ ഒരു സാറ് വന്നിട്ട് എന്നെ കുറച്ച് നാൾ പഠിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചിട്ട് അന്ന് പരീക്ഷയുണ്ട്, ലോവർ ഹയറും, മനസ്സിലായില്ലേ? അപ്പം സാറ് പറഞ്ഞു ഇവിടെ ഇത്രയൊക്കെ പാടുന്നില്ലേ, പരീക്ഷയ്ക്ക് ചേർക്കണം. ഞാനപ്പോൾ 2nd 4th മറ്റോ പഠിക്കുക ഇംഗ്ലീഷ് സ്കൂളിൽ. എന്നെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയറിന് ചേർത്തു. കാരണം അത്രയും കീർത്തനങ്ങളൊക്കെ ഞാനപ്പോൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയർ പാസ്സായി. 2nd 4 കഴിഞ്ഞു. 3rd 4th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ വേറെ അനന്തരവനാണ് കുഞ്ഞമ്മയുടെ കല്യാണം കഴിപ്പിച്ചു. 16 വയസ്സും 6 മാസമായപ്പോൾ മോളെ പ്രസവിച്ചു. പിന്നെ അപ്പോഴേ സ്കൂളിൽ ജോലി കിട്ടി എനിക്ക്, ഹയർ പാസ്സായത് കാരണം. ഈ സാറ് വന്നപ്പോൾ പറഞ്ഞ് ഹയർ പാസ്സായിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടും. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകാത്തതുകൊണ്ടാണ് എന്നെ ജോലിക്ക് പ്രേരിപ്പിച്ചത് സാറ്. അപ്പോൾ അമ്മ പറഞ്ഞാൽ നീ ജോലിക്ക് പോകുമ്പോൾ പൊയ്ക്കോളും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പോയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്നിനും പോയില്ലെങ്കിലും ഈ കലാരംഗത്ത് വരാനും നാടകത്തിന് വിടാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ഞാനിതൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ഇപ്പോൾ 29ാമത്തെ വയസ്സിലാണ് ഈ നാടകത്തിന് വന്ന് വിളിക്കുന്നത് എന്നെ, വെളുപ്പിളിച്ചേട്ടൻ പാട്ട് പാടുന്നത് വെച്ചിട്ട്. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി അഭിനയിക്കാനായിട്ട് ആദ്യം. അപ്പം 30ാമത്തെ വയസ്സിലാണ് നാടകം അഭിനയിക്കുന്നത്. 29 കഴിഞ്ഞ് ഭാഗ്യലക്ഷ്മിയാണ് ആദ്യത്തെ നാടകം. ഞാനിപ്പോഴും ഓർക്കുന്നത്, അരിപ്പാട്ടി ഞങ്ങൾ ആലപ്പുഴ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അരിപ്പാട്ടി ചെന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ ആൾ കയറി പൂക്കുവിളി ബഹളം. അപ്പം ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാനേജർ പഠിക്കൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം ഞാൻ ചെന്നാലേ തുടങ്ങാം, ഞാൻ 3ാമത്തെ സീനിലേ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചെല്ലാതെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇട്ടു, പാട്ട് പാടിക്കൊണ്ടാണ്, ഒരു ശ്ലോകം പാടിക്കൊണ്ടാണ് പൂജ. അതാണ് ഭാഗ്യലക്ഷ്മി ആദ്യത്തെ ഒരു യാകുന്തേന്തു തുഷാരഹാര ധവള എന്നൊരു ശ്ലോകമുണ്ട്.